നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണോ? ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട നിർബന്ധമുണ്ടോ? ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങളുടെ വരുമാനത്തിന്റെ പരിധി നോക്കിയാണ് നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമോ വേണ്ടയോ എന്നത് തീരുമാനിക്കുന്നത്. പുതിയ ഇൻകം ടാക്സ് നിയമപ്രകാരം നിങ്ങളുടെ വാർഷിക വരുമാനം 4 ലക്ഷത്തേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഇനി റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഏതാണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ട കാറ്റഗറി? കണ്ടന്റ് ക്രിയേഷൻ ഒരു ഹോബി അല്ല, അതൊരു പ്രൊഫഷൻ ആയിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ശമ്പളക്കാർ ഉപയോഗിക്കുന്ന ITR 1 അല്ലെങ്കിൽ ITR 2 ഈ 2 ഫോമുകളും കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ക്രിയേറ്റർമാർ നിർബന്ധമായും ITR 3 അല്ലെങ്കിൽ 4 ഫോംസ് മാത്രമേ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ITR 3ഉം 4ഉം ഉപയോഗിക്കാം. അതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ക്യാമറ, ലാപ്ടോപ്പ്, ഇന്റർനെറ്റ്, എഡിറ്റിംഗ് ചാർജ് ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം കുറച്ച് കറക്റ്റ് പ്രോഫിറ്റ് കണക്ക് കൂട്ടി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ITR 3 എന്ന ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് വരുന്ന ഓരോ ചെലവുകളുടെയും ബില്ലുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവണം. നിങ്ങൾക്കൊരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാവണം എന്നർത്ഥം. ഇനി ബില്ലുകളൊക്കെ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സെക്ഷൻ 44ADA പ്രകാരം, അതായത് പ്രിസംപ്റ്റീവ് ടാക്സേഷന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്, അവർക്ക് അവരുടെ ടോട്ടൽ വരുമാനത്തിന്റെ 50% ലാഭമായി കണക്കാക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ITR 4 എന്ന ഫോം ഉപയോഗിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൊത്ത വരുമാനം 4 ലക്ഷത്തിൽ താഴെയാണെങ്കിലും നിങ്ങളുടെ ബാങ്കുകളിൽ നിന്ന് 25,000 കൂടുതൽ TDS പിടിച്ചിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഡോളറായി വിദേശത്ത് നിന്നും ഫണ്ട് ഗൂഗിൾ ആഡ്സെൻസ് വഴിയൊക്കെ വരികയാണെങ്കിലോ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് സുരക്ഷിതമായിരിക്കും. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടോ എന്ന് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ ഫോം തെരഞ്ഞെടുത്ത് കൃത്യമായി ഫയൽ ചെയ്യൂ. നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കൂ.